നമസ്കാരം. പൊതുഖജനാവിലെത്തുന്ന ഓരോ രൂപയും ജനങ്ങളുടേതാണ്. അപ്പോൾ ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം? ആർക്കാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ പിഴവ് പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കാം. കേരള ഫിനാൻഷ്യൽ കോഡിലെ 2-ാം അധ്യായം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ്. സർക്കാർ പണം കൈകാര്യം ചെയ്യുന്നതിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു അച്ചടക്കം വേണമല്ലോ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? എന്താണ് ഈ സർക്കാർ വരുമാനം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ പണം എന്ന് പറയുമ്പോൾ ഈ കോഡ് എന്തെല്ലാമാണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ആദ്യം ആ നിർവചനം തന്നെ ഒന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആർട്ടിക്കിൾ 4 സർക്കാർ വരുമാനത്തിന് വളരെ വിശാലമായ ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. ഇത് വെറും ഭൂനികുതിയോ മറ്റ് ടാക്സുകളോ മാത്രമല്ല. ജലസേചനം പോലെയുള്ള സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസുകൾ, പിഴകൾ, പിന്നെ ഗവൺമെന്റ് വക വനങ്ങളിൽ നിന്നുള്ള വരുമാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്ന പണത്തിന് കൃത്യമായ ഒരു ഉറവിടം ഈ നിയമം ഉറപ്പാക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, സർക്കാർ വരുമാനം എന്ന് പറയുന്നത് വെറും ടാക്സിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഭൂനികുതി മുതൽ പിഴകൾ വരെ, വനങ്ങളിൽ നിന്നുള്ള ആദായം വരെ എല്ലാം ഇതിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിലേക്ക് ഏത് രൂപത്തിൽ പണം എത്തിയാലും അതിന് ഈ നിയമങ്ങൾ ബാധകമാണ്. ശരി, അപ്പോൾ വരുമാനം എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, ഈ പണം ജനങ്ങളിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ ഒരു പ്രോസസ്സിന്റെ ഓരോ ഘട്ടത്തിലും പണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പ്രധാനപ്പെട്ട കടമകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് പണം പിരിക്കുന്ന സ്റ്റേജ്, അതായത് കളക്ഷൻ. രണ്ടാമത്തേത് അത് ട്രഷറിയിൽ അടയ്ക്കുന്നത്, റെമിറ്റൻസ്. പിന്നെ മൂന്നാമത്തേത് ഇതിൻ്റെ എല്ലാം കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നത്, അതാണ് അക്കൗണ്ടിംഗ്. ഈ 3 സ്റ്റെപ്പുകളിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഈ 2 ആർട്ടിക്കിളുകൾ, അതായത് 5ഉം 6ഉം, ശരിക്കും ഈ പ്രക്രിയയുടെ ഒരു ഹൃദയഭാഗമാണെന്ന് തന്നെ പറയാം. ഇതിൽ പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 5 പറയുന്നത് പണം പിരിക്കുന്ന ഉദ്യോഗസ്ഥന് അതിൻ്റെ മേൽ പേഴ്സണലി റെസ്പോൺസിബിൾ, അതായത് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ്. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 6 അനുസരിച്ച് അത് പ്രോപ്പർ ടൈമിൽ, അതായത് കൃത്യസമയത്ത് തന്നെ പിരിച്ചെടുക്കണം. ഈ 2 വാക്കുകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പണം പിരിക്കുന്ന ഉദ്യോഗസ്ഥന് ആ തുകയുടെ മേൽ വ്യക്തിപരമായ ബാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ പണത്തിനൊരു നഷ്ടം സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് സമയവും. ഒരു ദിവസം പോലും വൈകിക്കാൻ പാടില്ല. കൃത്യസമയത്ത് തന്നെ വരുമാനം പിരിച്ചെടുത്തിരിക്കണം. ഇത് വെറുമൊരു ജോലിയല്ല, നിയമപരമായി വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ശരി, പണം പിരിച്ചു. ഇനി എന്തു ചെയ്യണം? നേരെ ട്രഷറിയിലേക്ക്. ആർട്ടിക്കിൾ 7 ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു നിയമമാണ് മുന്നോട്ട് വെക്കുന്നത്. പിരിച്ചെടുത്ത പണം ഒരു കാരണവശാലും ഡിപ്പാർട്ട്മെന്റിലെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഓൺ നോ അക്കൗണ്ട് ബി അപ്രോപ്രിയേറ്റഡ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊന്ന് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതായത് സംഭവം സിമ്പിളാണ്. ഗവൺമെന്റിലേക്ക് കിട്ടുന്ന പണം അതെത്രയാണോ അത് മുഴുവനായിട്ടും ഒട്ടും വൈകാതെ ഏറ്റവും അടുത്തുള്ള ട്രഷറിൽ കൊണ്ടുപോയി അടയ്ക്കണം. കിട്ടിയ കാശെടുത്ത് ഓഫീസിലെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാനോ ഒന്ന് കരുതുകയേ വേണ്ട. ഇതിനെ ഒരു നോ ഡൈവേർഷൻ റൂൾ എന്ന് നമുക്ക് പറയാം. പണം നേരെ ട്രഷറിയിലേക്ക്, വേറെ എങ്ങോട്ടുമില്ല. അതാണ് നിയമം. ഇനി 3ാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ്, കണക്ക് സൂക്ഷിപ്പ്. ആർട്ടിക്കിൾ 8 അനുസരിച്ച് 2 കാര്യങ്ങൾ ഒരു നിർബന്ധമാണ്. ഒന്നാമതായി, എല്ലാ ഇടപാടുകളും ഒരു ക്യാഷ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. രണ്ടാമതായി, പണം അടയ്ക്കുന്ന ആൾക്ക് ഒരു രസീത്, അതായത് ഒരു രസീത് കൊടുത്തിരിക്കണം. ഈ 2 രേഖകളാണ് സാമ്പത്തിക കാര്യങ്ങളിലെ സുതാര്യതയുടെ അടിസ്ഥാനം. അതെ, സംഭവം ക്ലിയർ അല്ലേ? ഓരോ ഇടപാടും ക്യാഷ് ബുക്കിൽ വരണം. പണം തരുന്ന ആൾക്ക് രസീതും കൊടുക്കണം. ഇത് വെറുമൊരു ഫോർമാലിറ്റിയല്ല. നാളെ ഒരു ഓഡിറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു പരിശോധന വന്നാൽ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള തെളിവ്. അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ല. നിയമങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും നോക്കണ്ടേ? തീർച്ചയായും വേണം. അവിടെയാണ് ഓവർസൈറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വരുന്നത്. ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് സിസ്റ്റം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ആദ്യത്തെ ആള് ഡിപ്പാർട്ട്മെന്റൽ കൺട്രോളിംഗ് ഓഫീസറാണ്. ആർട്ടിക്കിൾ 9 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പിരിക്കുന്ന പണത്തിന്റെ കണക്കൊക്കെ കറക്റ്റാണോ, സമയത്തിന്റെ തന്നെയാണോ എല്ലാം നടക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ഈ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ഇതൊരു ഡെയിലി സൂപ്പർവിഷന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ 2 തരം മേൽനോട്ടം കാണുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു വശത്ത് ഡിപ്പാർട്ട്മെന്റൽ കൺട്രോളിംഗ് ഓഫീസർ, അദ്ദേഹം ഒരു കണ്ടിന്യൂസ് സൂപ്പർവിഷനാണ് ചെയ്യുന്നത്. മറുവശത്ത് ഇൻസ്പെക്ടിംഗ് ഓഫീസർ, അദ്ദേഹം ഇടയ്ക്കിടെ വന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നടത്തും.
ഒന്ന് ദൈനംദിന മേൽനോട്ടമാണെങ്കിൽ മറ്റേത് ആഴത്തിലുള്ള ഒരു പരിശോധനയാണ്. അപ്പോൾ എന്താണ് ഈ ഇൻസ്പെക്ടിംഗ് ഓഫീസറുടെ സ്പെഷ്യൽ ഡ്യൂട്ടീസ്? ആർട്ടിക്കിൾ 10ഉം 11ഉം അത് കൃത്യമായി പറയുന്നുണ്ട്. വെറുതെ കണക്കുകൾ ഒത്തുനോക്കിയാൽ മാത്രം പോരാ. ഈ വരുമാനം പിരിക്കാനുള്ള സിസ്റ്റം, അതായത് കളക്ഷൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാര്യക്ഷമമാണോ എന്നും കൂടി ഈ ഉദ്യോഗസ്ഥൻ വിലയിരുത്തണം. ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്തൊക്കെ ചെയ്യണം? കണക്കുകൾ വെരിഫൈ ചെയ്യണം, കുടിശ്ശിക വല്ലതുമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം, പിന്നെ നിലവിലുള്ള കളക്ഷൻ സിസ്റ്റമൊക്കെ കാര്യക്ഷമമാണോ എന്നും വിലയിരുത്തണം. സാമ്പത്തിക ക്രമക്കേടുകൾ തടയാനും സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കാനും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ കുറേ പൊതുവായ നിയമങ്ങളൊക്കെ കണ്ടു. ഇനി ഇതൊക്കെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? നമുക്കൊരു ഉദാഹരണം എടുക്കാം. സർക്കാർ കെട്ടിടങ്ങളുടെ വാടക. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഈ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? സർക്കാർ കെട്ടിടങ്ങളിൽ നിന്ന് വാടക പിരിക്കുന്നത് പലപ്പോഴും കുറച്ച് സങ്കീർണമാണ്. ആരാണ് വാടക ഫിക്സ് ചെയ്യുന്നത്? ആരാണത് കളക്ട് ചെയ്യുന്നത്? ആരെങ്കിലും വാടക തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അടുത്ത ആർട്ടിക്കിളുകളിലുണ്ട്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇവിടെ ഓരോ ഉദ്യോഗസ്ഥന്റെയും റോള് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫ് ഓഫീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ട്രഷറി ഓഫീസർ, ഇവർക്കെല്ലാം ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. ഒരാൾ വാടക നിശ്ചയിക്കുന്നു, വേറൊരാൾ കണക്ക് നോക്കുന്നു, മറ്റൊരാൾ പണം വാങ്ങുന്നു. കണ്ടില്ലേ? ഒരു ടീം വർക്ക് പോലെയാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറയും. ഇനി സർക്കാർ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന പ്രൈവറ്റ് ആളുകളുടെ കാര്യം. ഇവിടെ ആർട്ടിക്കിൾ 20 വളരെ സ്ട്രിക്റ്റാണ്. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, വാടക മുൻകൂറായി വാങ്ങണം, അതായത് ഇൻ അഡ്വാൻസ്. 2, വാടക കുടിശ്ശിക വരുത്തിയാൽ അവരെ ഒഴിപ്പിക്കണം, അതായത് ഇവിക്റ്റഡ്. അതെ, നിയമം വളരെ വ്യക്തമാണ്. സ്വകാര്യ വ്യക്തിയാണോ വാടകക്കാരൻ എങ്കിൽ വാടക മുൻകൂട്ടി വാങ്ങണം. കുടിശ്ശിക വരുത്തിയാൽ ഒരു ദാക്ഷിണ്യവുമില്ല, ഒഴിപ്പിക്കണം. കാരണം സർക്കാർ വരുമാനം ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. ഇനി നമുക്ക് നേരെ തിരിച്ചൊരു സിറ്റുവേഷൻ നോക്കാം. സർക്കാർ ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുക്കുകയാണെങ്കിലോ? അതിനും നിയമമുണ്ട്. ആർട്ടിക്കിൾ 21 പറയുന്നത് അങ്ങനെ വാടകയ്ക്കെടുക്കുമ്പോൾ നിർബന്ധമായും ഒരു എഗ്രിമെന്റ്, അതായത് ഒരു കരാർ ഒപ്പിട്ടിരിക്കണമെന്നാണ്. അപ്പോൾ സർക്കാർ ഒരു ഓഫീസ് ആവശ്യത്തിനായി ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ നിശ്ചിത ഫോമിലുള്ള ഒരു ഔദ്യോഗിക കരാർ ഉണ്ടാക്കിയിരിക്കണം. ഇത് വെറുമൊരു പേപ്പർ വർക്കല്ല. വാടകക്കാരൻ എന്ന നിലയിൽ സർക്കാരിന്റെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഈ കരാർ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ നിയമങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കും. കൃത്യത, സമയനിഷ്ഠ, ഉത്തരവാദിത്വം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജോലിയെ എത്രത്തോളം മെച്ചപ്പെടുത്തും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിവരണം ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.